ഒടുവിൽ പാൻഡോറയുടെ പെട്ടി തുറന്ന് ഇറാൻ. വെള്ളത്തിൽ വീണ എലിയെപ്പോലെ കിടന്ന് പിടക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് അമേരിക്ക മാറുകയും ചെയ്തു. ഈ ഒരു സംഭവത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള യുദ്ധരീതികളാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലും അമേരിക്കയുടെ ബേസുകൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം പാൻഡോറയുടെ പെട്ടി എന്താണ് എന്നുള്ളത്. ഗ്രീക്ക് പുരാണ കഥയിലെ ദേവന്മാർ മനുഷ്യരെ ശിക്ഷിക്കാൻ പാൻഡോറ എന്ന സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണ് ചരിത്രം. അവൾക്ക് ഒരു പെട്ടി നൽകുകയും ചെയ്തു. ഇത് ഒരിക്കലും തുറക്കരുത് എന്ന് ആ സ്ത്രീയോട് മുൻകൂട്ടി തന്നെ ദേവന്മാർ നിർദ്ദേശവും നൽകി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഈ പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കൗതുകം തോന്നി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ സ്ത്രീ പാൻഡോറ എന്ത് ചെയ്തു? പെട്ടി തുറന്നു. പെട്ടി തുറന്നാൽ വലിയ ദുരന്തങ്ങളും വലിയ ഭവിഷ്യത്തുകളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാവുമെന്നും പിന്നീട് ആ പെട്ടി അടക്കാൻ സാധിക്കില്ലെന്നും അത് പരിഹരിക്കാൻ സാധിക്കാത്ത വിധം വ്രണമാകും എന്നും അതിനോടനുബന്ധിച്ച് പാൻഡോറയോട് പറയപ്പെട്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം മറന്നുപോയി എന്നുള്ളതാണ് ചരിത്രം. പാൻഡോറ പെട്ടി തുറന്ന് ഭൂമിയിലേക്ക് നോക്കി എന്ന് പറയുന്നു. അപ്പോൾ കണ്ട കാഴ്ചകൾ ഭീകരമായിരുന്നു, ഭയാനകരമായിരുന്നു, അവിശ്വസനീയമായിരുന്നു, തളർന്ന് വീണുപോയി എന്നുള്ളതാണ് പറയുന്നത്. കൂട്ടമരണങ്ങൾ, കൊള്ളിവെപ്പുകൾ, ഭീകരാക്രമണങ്ങൾ, പാലായനങ്ങൾ, നിലവിളികൾ, കൂട്ടക്കരച്ചിൽ, സ്ഫോടനങ്ങൾ, ആകാശത്തുടനീളം പുകപടലങ്ങൾ, ഭൂമിയിൽ തീവപ്പും പ്രകൃതിക്ഷോഭവും, കടലിൽ കപ്പൽ കൂട്ടിയിടിക്കുന്നു, കടൽ വെള്ളം തിളച്ചു മറിയുന്നു, നടവയ്യെ മനുഷ്യർ വീണു മരിക്കുന്നു, അത്യാധുനിക നിർമ്മിതികൾ പൊട്ടിത്തെറിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ മാതാവില്ലാതാകുന്നു, ബന്ധുക്കളെ കാണാതാകുന്നു, മരിച്ചവർ റോഡിൽ നിറയുന്നു, അടക്കം ചെയ്യാൻ ആരുമില്ലാത്ത സ്ഥിതി വരുന്നു. അങ്ങനെ തുടങ്ങി അതിൻ്റെ ദുരന്ത പ്രശ്ന വിഷയങ്ങളെല്ലാം പറഞ്ഞാൽ അവസാനിക്കാത്തത്ര സുദീർഘമായിരുന്നു. ഈ ഒരു സംഭവമാണ് ഇറാൻ ആ പാൻഡോറയുടെ പെട്ടി തുറന്നപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് ചുരുക്കം. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ മൂടപ്പെട്ട ഒരു രാജ്യമായിരുന്നു. അല്ലെങ്കിൽ വല്ലാതൊന്നും ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഒരു കാലത്തും ഇറാൻ ഉണ്ടായിരുന്നില്ല. ഇറാൻ ഒരു യുദ്ധത്തിനും ഇതുവരെ നേരിട്ട് പങ്കാളിത്തം വഹിച്ചത് ചരിത്രത്തിലില്ല. അവരൊരിക്കലും ആക്രമിക്കാൻ പോയിട്ടില്ല. അവരെ ആക്രമിക്കുന്നവരെയും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കും അവർ തിരിച്ചടി നൽകുകയാണ് ചെയ്യുക. ഇറാൻ ഇറാഖ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാഖാണ് ആക്രമിച്ചത് ഇറാനെ, അല്ലാതെ ഇറാൻ ഇങ്ങോട്ട് ആക്രമിച്ചതല്ല. അതിന് പ്രതിരോധിക്കുകയാണ് ഇറാൻ ചെയ്തത്. ഈ പേർഷ്യൻ സാമ്രാജ്യമുള്ള കാലത്തും അങ്ങനെ തന്നെയാണ്. സഹായം തേടി വരുന്നവരെ സഹായിക്കും എന്നല്ലാതെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതി കാണാൻ വേണ്ടി സാധിക്കില്ല. അതേപോലെ തന്നെ അവർ പെട്ടിലടക്കപ്പെട്ട ഭൂതം പോലെയാണ് ഇറാൻ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കാര്യം അവരെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം അവർക്ക് തന്നെ യഥാർത്ഥത്തിൽ അറിയില്ല എന്നുള്ളതാണ്. ഇറാന്റെ വലിപ്പം ഇറാനികൾക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്രയും ബൃഹത്തമായിരിക്കുന്ന ഒരു സംവിധാനമുള്ള രാജ്യമാണ് എന്ന് ഞങ്ങൾക്കിപ്പോഴാണ് മനസ്സിലായത് എന്നുള്ള പ്രക്ഷോഭകാരിൽപ്പെട്ട ചില ആളുകൾ ഈ ചാനലുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇതാണോ നമ്മുടെ രാജ്യം? ഇതൊരു മഹാരാജ്യം തന്നെയാണല്ലോ. ഇസ്രായേലിനും അവരോടും അമേരിക്കയോടും യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ മാത്രം മഹത്വവും ശക്തിയുമുള്ളൊരു രാജ്യമാണ് എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ് എന്ന് പ്രക്ഷോഭകാരിൽപ്പെട്ട ചിലർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് പൂട്ടപ്പെട്ട ഒരു പെട്ടി തന്നെയാണ്. അത് തുറക്കാതെ രീതിയിൽ സംരക്ഷിക്കുകയായിരുന്നു, അല്ലെങ്കിൽ തുറക്കാതിരിക്കാനുള്ള അവസരം നോക്കുക. ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടി തന്നെയാണ് ഇറാൻ എല്ലാ കാലത്തും പെരുമാറിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? അത് ശക്തി കുറഞ്ഞതാണ്. അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതായി പോവും, അത് നശിച്ചു പോവും. അതുകൊണ്ട് അത് ഈ മുൻപത്തെ ഗസയെ പോലെയോ ലെബനാനിലെ പോലെയോ സിറിയയെ പോലെയോ അങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത. ഏറ്റവും അവസാനത്തെ വെനിസുലയുടെ കാര്യം പോലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് യുദ്ധം ഉണ്ടാവരുത്, ഞാൻ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ യുദ്ധം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച ആളാണ് ഞാൻ. അങ്ങനെ താല്പര്യം കാണിച്ച ആളാണ്. യുദ്ധം ഉണ്ടായിരുന്നു, ഇറാൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കെടുതിയും ദുരിതവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ആളുകളുടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളും അഭയാർത്ഥികളായി പോകുന്നതും ടെൻറ്റ് കെട്ടുന്നതും അവിടേക്ക് മഴ പെയ്യുന്നതും അവിടേക്ക് ബോംബിടുന്നതും ഇതൊക്കെ നമ്മൾ കണ്ട് കേട്ട് മടുത്ത് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയൊരു രാജ്യം കൂടി അങ്ങനെ ആവരുതെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചു. പക്ഷേ അതിന് വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം നടന്ന വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കറിയാം, എല്ലാ പ്രാവശ്യവും ഇറാൻ ലളിതമായിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അമേരിക്കയാണ് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്ക് എന്തിനാണോ പോകുന്നത് ആ ചർച്ചയെക്കുറിച്ചല്ല പിന്നീട് സംസാരിക്കുക, മറ്റ് വിഷയത്തെക്കുറിച്ചും കൂടി ചർച്ച ചെയ്യാറുണ്ട്.
ഒമാൻ അതിൽ മധ്യസ്ഥ വഹിച്ചു കഴിഞ്ഞിട്ട് 6ാമത്തെ ചർച്ച ഏറ്റവും അവസാനം അത് അവസാനിക്കും എന്നൊക്കെ കരുതിയിരുന്നു. 6ാമത്തെ ചർച്ചയോടുകൂടി ഏകദേശം തീരുമെന്ന് കരുതിയതാണ്. 6ാമത്തെ ചർച്ച നടത്തുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ആരാക്രമിച്ചു? ഇസ്രായേൽ ഇറാൻ അങ്ങോട്ട് ആക്രമിച്ചു, അല്ലാതെ ഇറാൻ ആക്രമിച്ചതല്ല. പിന്നീട് യുദ്ധം ഉണ്ടായി, 12 ദിവസം യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ പരമാവധി നാശങ്ങളൊക്കെ വരുത്തി. എന്നാലും അവർ ആ സമയത്ത് പാൻഡോറയുടെ പെട്ടി തുറന്നിട്ടില്ല എന്നുള്ളതാണ്. ജനനിബിഡമായിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആളുകളെ ഈ സാധാരണക്കാരെ കൊല്ലുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറാൻ ഒരു കാലത്തെ യുദ്ധത്തിലും പേർഷ്യായിരുന്ന കാലത്ത് പോലും ചെയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ വളരെ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്നുള്ളത് ഒരു സത്യമാണ്. കൃത്യമായ അത് മറ്റുള്ള അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ആ വിഷയം പറയുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഈ പ്രാവശ്യം വീണ്ടും വിഷയങ്ങളുണ്ടായി. അതും ഇതേപോലെ തന്നെ സമാധാന ചർച്ച, 3ാം ഘട്ട സമാധാന ചർച്ച വിയന്നയിൽ വെച്ച് ആരംഭിക്കാൻ തീരുമാനിച്ചതിൻ്റെ 2 ദിവസം മുമ്പ് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു. അതിൻ്റെ ഒരു തുടർ ചലനങ്ങളാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് 2-3 ദിവസം ഭയങ്കരമായ ആക്രമണം ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ശക്തമായ ആക്രമണം തന്നെ നടന്നു. 2 ദിവസം കഴിഞ്ഞ സമയത്ത് അവർ തിരിച്ചടി തുടങ്ങി. ഈ 2 ദിവസത്തിൻ്റെ ഇടയിൽ തന്നെ അവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഭീകരമായിരിക്കുന്ന സംഭവമാണ്. അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ കൊലപ്പെടുത്തി. ഒരു വനിതാ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ആക്രമിച്ചുകൊണ്ട് 165 കുട്ടികളെ കൊലപ്പെടുത്തിയത് ഈ അമേരിക്കയാണ് എന്ന് അവസാനം തെളിയുകയും ചെയ്തു. അപ്പോൾ അത്രയ്ക്ക് ഭീകരമായിരിക്കുന്ന ഒരു സംഭവങ്ങളുണ്ടായി. അതിനു ശേഷമാണ് ഈ പറയപ്പെട്ട അവർ പാൻഡോറയുടെ പെട്ടി തുറന്നത്. അപ്പോൾ നമ്മൾ വായിച്ച രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും, കൂട്ടമരണങ്ങൾ നടക്കുന്നു, കൊള്ളിവെപ്പുകൾ നടക്കുന്നു, ആ ഭീകരാക്രമണം നടക്കുന്നു, പാലായനങ്ങൾ നടക്കുന്നു, നിലവിളികളും കൂട്ടക്കരച്ചിലും സ്ഫോടനങ്ങളും ആകാശത്തോടുടനീളം പുകപടലങ്ങളും ഭൂമിയിൽ തീവെപ്പ്, പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നു. അതിൽ ഏറ്റവും അവസാനം പറയപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: മരിച്ചവരെ റോഡിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ദയനീയ അവസ്ഥ പോലും ഇസ്രായേൽ ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബങ്കറിൽ പോലും മൃതദേഹം കുന്നുകൂടുന്നു എന്നുള്ള ചില റിപ്പോർട്ട് വന്നു. ഇത് നമ്മൾ കേരളത്തിലെ ചാനൽ തന്നെ, കേരളത്തിൽ 24 ചാനലാണെന്ന് ഏതോ ഒരു ചാനലിൻ്റെ അഭിമുഖത്തിൽ ഇസ്രായേലിൽ നിന്ന് വന്നിരിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ട്. ആ അഭിമുഖം നടത്തിയാൽ ഇസ്രായേൽ പറയുന്ന പോലെ ഒന്നും അല്ല യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും. സത്യങ്ങൾ എന്ന് വെച്ചാൽ ബങ്കറിൽ പോലും മൃതദേഹങ്ങൾ കുന്നുകൂടുന്നു. അഥവാ ബങ്കറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും ആക്രമിക്കുന്നു. മേൽഭാഗത്തുള്ള ബിൽഡിങ്ങുകൾ പൊളിഞ്ഞിട്ട് ബങ്കറിൻ്റെ മേലെ വീഴുന്നത് കൊണ്ട് ബങ്കറിലുള്ള ആളുകൾക്ക് പുറത്തെടുക്കാൻ പറ്റാത്ത സ്ഥിതി മറ്റു ഭാഗങ്ങളിൽ വരുന്നു. ഓരോരോ മേഖലയിലും ഓരോ സ്ഥലത്തും വ്യത്യസ്ത തരത്തിലാണ് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. മൊത്തത്തിൽ ഇതിനെ പരിഹരിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല. കാര്യം കൃത്യമായിരിക്കും നിർദ്ദേശം നൽകാൻ ഇസ്രായേലിൻ്റെ ഭരണാധികാരികൾക്കോ സൈന്യ കമാൻഡർമാർക്കോ ഏറ്റവും ഉന്നതരായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കോ റോഡിലിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ താമസ സ്ഥലങ്ങൾ അപ്പാടെ ചോർന്നു പോയിരിക്കുന്നു. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെക്കുന്നു. അവർ ഏറ്റവും വലിയ സുരക്ഷാ ഭിത്തികൾക്കടിയിലാണ്, അതായത് ബങ്കറുകൾക്കടിയിലാണ് താമസിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഈ തരത്തിലൂടെ കാര്യങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം എന്തായിട്ടുണ്ട്, ചോർന്നു പോയിട്ടുണ്ട്. എങ്ങനെയോ ഇറാൻ്റെ കൈവശത്തിൽ കിട്ടിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് അവരുടെ ബയോഡാറ്റ ഇതിൻ്റെ മുൻപ് തന്നെ ഇറാൻ പ്രസിദ്ധീകരിച്ചതിൽ ഓരോരോ കാര്യത്തെ, ഓരോരോ വ്യക്തിയെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും വളരെ കൃത്യതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ്. അഥവാ ഇസ്രായേൽ എന്ന് പറയുന്ന മൊസാദ് സംഘത്തിൻ്റെ ആ വിഭാഗത്തിൽ നിന്ന് പോലും ചോർത്താൻ വേണ്ടി, രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു. ഇറാൻ അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് എവിടെയോ ഒരു കൃത്യമായിരിക്കുന്ന സുരക്ഷിത മേഖലയില്ല എന്നുള്ളത്. ഇപ്പം തന്നെ പല രീതിയിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അവിടുത്തെ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടിട്ടുണ്ട്, പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടിട്ടുണ്ട്, പ്രധാനമന്ത്രി സഹോദരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്ഥിരീകരിക്കില്ല. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രമേ ഈ സ്ഥിരീകരണം ഉണ്ടാവും. അത് അവരുടെ രീതി അങ്ങനെയാണ്. യുദ്ധമുഖത്ത് അത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അത് പരസ്യപ്പെടുത്തുന്ന പ്രവർത്തനം ഒരു കാലത്തും ഇസ്രായേലോ അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒരു യുദ്ധത്തിൻ്റെ മുൻപിൽ അവർ ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് സൈനികർക്ക് നിരാശ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ച് അവർക്ക് മറക്കുക, അതല്ലെങ്കിൽ അവർ അത് പറയാതിരിക്കുക എന്നുള്ളത് സാധാരണ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്ന ലോകത്ത് ഇപ്പോഴാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്താണ് എന്നുള്ളത് പഠിച്ചത്, ലോകം പഠിച്ചു വരുന്നത്. ഇതൊക്കെ ഒരു രാജ്യത്തിന് ചെയ്യാൻ സാധിക്കുമോ എന്ന് അത്ഭുതപ്പെടുന്നു. ഒറ്റക്കൊരു രാജ്യമാണ് ഇറാൻ.
ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ സൈന്യശക്തിയുള്ള രാജ്യമാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ കാലോചിതപരമായി മാറ്റം വരുത്തിയിട്ട് ആയുധ നിർമ്മാണ ഫാക്ടറികളിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുകയും പ്രതിരോധ സംവിധാനം കുറ്റമറ്റ രീതിയിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന രാജ്യമാണ്. എല്ലാ മേഖലയിലും ഇസ്രായേലിൻ്റെ പേരുണ്ടാവും. അവരറിയാത്തവർ ലോകത്തുണ്ടാവില്ല. ആ ഒരു രീതി അങ്ങനെ തന്നെയാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞതോടുകൂടി പിന്നീട് അവരെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ നടക്കും. 6 രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത് മണിക്കൂറുകൾ കൊണ്ട് യുദ്ധത്തിൽ അറേബ്യൻ രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയ അതേ അമേരിക്ക ഇപ്പോൾ ഇറാൻ്റെ മുമ്പിൽ നിന്ന് വിറക്കുന്ന ദയനീയമായിരിക്കുന്ന കാഴ്ച കണ്ട് ലോകം മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം.